ഇന്നേ ഇച്ചിരി ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാനായിട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് പച്ചമുളക്, ഇത്രയുമാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചതിന് ശേഷം, ഗ്യാസിൽ വെച്ചതിന് ശേഷം ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അല്പം കടുകിടാം. അതൊന്ന് പൊട്ടി വരുന്ന സമയം 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 അല്ല, ഒരു 5 എണ്ണം ഇട്ടിട്ടുണ്ട്. കുഞ്ഞു വറ്റൽമുളകാണ്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കറിവേപ്പില ഇടാം. അതുമായിട്ടുണ്ട്. ഇനി അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞത്. ചിലർക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാം, അതുകൊണ്ടാണ് ഇതിട്ടത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഒരല്പം അതിൻ്റെ പച്ച ചുവ ഒന്ന് മാറുന്നത് വരെ ഒരു 1-2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. റെഡിയായിട്ടുണ്ട്. ഇനി ആ പച്ചമുളക്, നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ആദ്യം ഒന്ന് ഇടാം. അതും ഇതുപോലെ ഒരു 2 സെക്കൻഡ് ഒന്ന് പച്ചമുളകിന് ചെറിയ ഒരു പച്ച ചുവ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. 2 സെക്കൻഡ് മതി. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ടൊന്ന് തട്ടാം. ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം വഴണ്ട് കിട്ടും. ഉരുളക്കിഴങ്ങൊന്ന് തട്ടാം. അതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം ഉപ്പ് കൂടെ ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇത് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. ചട്ടി ആയതുകൊണ്ട് പാനോ ചീനച്ചട്ടിയോ പോലെയൊന്നുമല്ല. ഇത് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. അതൊന്ന് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടച്ചിടാം. ആവിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടച്ചുകൂടെ ഇട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ആ സമയം നമുക്കൊരു മസാല കൂട്ടുണ്ടാക്കാം. 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ ചൂടാക്കി എടുക്കാം. ഇത് ഞാൻ ചൂടാക്കിയിട്ടില്ല. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തായി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏകദേശം ഒരു ഹാഫ് വേവ് ഇത് ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഹാഫ് വേവ് ആയിട്ടുണ്ട്. കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാം. ഇനി ഒന്ന് സൈഡിലോട്ടൊക്കെ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ മുളക് പൊടി മസാല കൂട്ട് ഇതിനെ ഒന്ന് നടുക്കോട്ടൊന്ന് ഇടാം. കാരണം ആ ചട്ടിയുടെ ചൂടിൽ ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് തട്ടാം. എന്നിട്ട് അല്പം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ചട്ടിയുടെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചൂടായി കിട്ടും. ആണ്ടോ, 2 സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതി. എല്ലാം നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ വേണമെങ്കിൽ അത് ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വെള്ളമാണ് ചേർക്കുന്നത്. തിളച്ച വെള്ളമായിരിക്കണം. പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത്. തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചിടാം. നല്ലവണ്ണം തിളക്കട്ടെ. ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പെല്ലാം കറക്റ്റാണ് നോക്കുക. ഞാനിപ്പോൾ കറക്റ്റായിട്ടാണ് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിനെ ഒന്ന് അടച്ചിടാം. അതൊന്ന് തിളക്കട്ടെ. ഒരു മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇതെല്ലാം റെഡിയായി കിട്ടും. നമുക്കൊന്ന് ഇത് ഇളക്കി നോക്കാം. കണ്ടോ, അടപ്പ് മാറ്റി നോക്കിയപ്പോൾ കണ്ടോ, ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലിരുന്ന് തന്നെ നല്ല വെന്ത് കിട്ടും. ഉടയ്ക്കുമ്പോൾ നല്ല ഉടയുന്നുണ്ട്. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിനി 2 സാധനം കൂടെ ചേർക്കാം. കണ്ടോ, ഇത്രയും നല്ല വെന്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ചട്ടി ആയതുകൊണ്ടാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയെല്ലാം നമുക്ക് പാനൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും നല്ലതാണ്. ഒരല്പം പഞ്ചസാര കൂടെ ഇട്ടിട്ടുണ്ട്. ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ഒരല്പം ശർക്കര ഇടാം. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇടാം. കാരണം ഉരുളക്കിഴങ്ങിന് ഒരു മണം ഉണ്ടായിരിക്കും. മണമല്ല, നമ്മൾ കഴിക്കുമ്പോൾ ഒരു സ്മെല്ല് പോലെ നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. അതില്ലാതാവാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മണവും പിന്നെ ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര കൂടെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ശർക്കരയാക്കാം. ഇനി അവസാനം ഇടേണ്ടത് ഒരല്പം മല്ലിയിലയാണ്. നമ്മൾ ബ്രാഹ്മിൺസ് ഹോട്ടലിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന് ചെറിയൊരു മധുരം ഉണ്ടായിരിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഓപ്ഷനിലാണ്. ഉരുളക്കിഴങ്ങ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വെള്ളം ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഏത് വേണോ ചേർക്കാം. എനിക്കിപ്പോൾ ഇത് മതി, ചപ്പാത്തിക്കാണ്.
അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് കറി 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചട്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, ചട്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് സാധനവും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി അടിപൊളി റെഡി ആയിട്ടുണ്ട്. ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കറി റെഡിയായി കിട്ടും. ഓക്കെ, അപ്പോൾ ബൈ.